ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 3 നമുക്ക് പെൻഡിങ് ഉള്ള പോർഷൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഗൈനക്കോമാസ്റ്റിയ കണ്ടീഷനാണ്. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിന്, അതായത് മെയിൽസിൻ്റെ ബ്രസ്റ്റിന് എക്സസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നത്, അതായത് നമുക്ക് വലിപ്പം കൂടുതൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഗൈനക്കോമാസ്റ്റിയ കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈപ്പർഗൊണാഡിസം എന്ന് പറയുന്നത് സെക്സ് ഗ്ലാൻസിൽ എക്സസീവായിട്ട് നമ്മുടെ സെക്സ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് ഹൈപ്പർഗൊണാഡിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈപ്പോഗൊണാഡിസം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള എമൗണ്ട് സെക്സ് ഹോർമോൺസ് നമ്മുടെ സെക്സ് ഗ്ലാൻഡുകൾ റിലീസ് ചെയ്യാത്ത കണ്ടീഷനാണ് ഹൈപ്പോഗൊണാഡിസം. നെക്സ്റ്റ് നമുക്ക് പറയുന്നത്, നമുക്ക് ഇനി വരുന്നത് പലതരത്തിലുള്ള നമ്മുടെ ഷുഗറിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെയാണ്. അടുത്തതായിട്ട് സീരിയസ് ആയിട്ടുള്ള പത്തോളജിക്കൽ ഡിസീസുകളാണ് അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത് പറയുന്നത് ഡയബറ്റസ് ഇൻസിപ്പിഡസ് ആണ്. ഡയബറ്റസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ആൻറ്റി ഡയൂററ്റിക് ഹോർമോണായിട്ടുള്ള വാസോപ്രസിൻ റിലീസ് ചെയ്യാത്തത് മൂലമാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞുള്ള കണ്ടീഷൻ ഉണ്ടാവുന്നത്. നമ്മൾ ഈ വാസോപ്രസിനെ തന്നെ നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? ADH എന്നും നമ്മൾ പറയാറുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താണ് ഇത് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റി ഡയൂററ്റിക് ഹോർമോണുകളുടെ ആവശ്യത്തിലുള്ള സെക്രീഷൻ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി ട്യൂബ്യൂൾസ് ടു ഫെയിൽ ടു റീഅബ്സോർബ് നീഡഡ് വാട്ടർ ആൻഡ് സാൾട്ട്. കിഡ്നി ട്യൂബ്യൂൾസ് എന്താണ് ഫെയിൽ ചെയ്യുന്നു, അതായത് വാട്ടറും സോൾട്ടൊക്കെ ആഗിരണം ചെയ്യുന്നതിൽ കുറവ് വരുത്തുന്നത് മൂലമൊക്കെയാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാവുന്ന ഡിസ്ട്രക്ഷനാണ്. ഇതിന് കാരണമാവുന്നത് നമ്മുടെ ശരീരത്തിലെ റീനൽ ഇൻസഫിഷ്യൻസി റിക്വയറിങ് ഹീമോഡയാലിസിസ് ഓർ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ തന്നെ റീനൽ ഇൻസഫിഷ്യൻസി ഓഫ് ഹീമോഡയാലിസിസ് ഒക്കെയാണ് ഇതിന് കാരണമാവുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹോമിയോസ്റ്റാസിസ് കണ്ടീഷനാണ്. ഹോമിയോസ്റ്റാസിസ് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഡൻസി ഇൻ എൻ ഓർഗൻ ടു റിട്ടേൺ ടു എക്വിലിബ്രിയം ഓർ കോൺസ്റ്റൻറ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഓർഗൻ കൃത്യമായിട്ടുള്ള ഒരു തുലനാവസ്ഥയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് എത്തുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഹോമിയോസ്റ്റാസിസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈപ്പർകലീമിയ എന്ന് പറഞ്ഞാൽ എക്സസ് എമൗണ്ട് പൊട്ടാസ്യം നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ. ഹൈപ്പോനാട്രീമിയ, ആവശ്യത്തിനുള്ള സോഡിയം നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവാതിരിക്കുന്ന കണ്ടീഷൻ. ഹൈപ്പർ പാരാതൈറോയിഡിസം, എക്സസീവ് ആയിട്ടുള്ള പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ സെക്രീഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ. ഇത് നമ്മുടെ ശരീരത്തിൽ എക്സസീവ് ആവുന്നതെന്ന് പറഞ്ഞാൽ ട്യൂമേഴ്സ് വരുന്ന മൂലമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനറ്റിക് കണ്ടീഷൻ മൂലമോ, ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും മെഡിക്കേഷൻ്റെ ഫലമായിട്ടൊക്കെ പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടാം. നെക്സ്റ്റ് കീറ്റോ അസിഡോസിസ് ആണ്. കീറ്റോ അസിഡോസിസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു ഡയബറ്റിസ് മെലൈറ്റസ് കണ്ടീഷനിലെ ഒരു പ്രൈമറി കോംപ്ലിക്കേഷനാണ് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ബേൺ ചെയ്യാതെ കീറ്റോൺസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോളിയൂറിയ കണ്ടീഷൻ, എക്സസീവായിട്ട് യൂറിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതാണ്. പോളി ഡിസ്പ്ലാസിയ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സസീവായിട്ട് നമുക്ക് ദാഹം തോന്നുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഈ ഡിസീസുകളൊക്കെ, അതായത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഓഫ് ദിസ് ഡിസീസ് ഈസ് ഡയബറ്റിസ് വിച്ച് എഫക്റ്റ് മില്യൺ ഓഫ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ്. അതായത് നമുക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്കാണെങ്കിൽ അറിയാവുന്ന ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഡയബറ്റിസ് മെലൈറ്റസ് ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഷുഗർ കൂടുന്നൊരു കണ്ടീഷനാണ്. നമുക്ക് പല ഏജിലുള്ള ആളുകൾക്ക് ഈ ഒരു കണ്ടീഷൻ നമ്മൾ കണ്ടുവരുന്നു. നമ്മുടെ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഡയബറ്റിസ് ഉണ്ടാവുന്ന പേഷ്യൻസിൽ അവരുടെ ശരീരത്തിനെ മൊത്തത്തിലും ഈ ഒരു ഡയബറ്റിസ് ബാധിക്കാം. ഇറ്റ് ഗ്രേറ്റ്ലി എഫക്റ്റ് പേഴ്സൺസ് എവരിബഡി ഹാബിറ്റ്സ്, അവരുടെ ജീവിതത്തിലുള്ള പലതരത്തിലുള്ള ഹാബിറ്റ്സുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും ഈ ഒരു ഡയബറ്റിസിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഡിസീസിനെ നമുക്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമാക്കണം. ഇല്ലെങ്കിൽ ഡയറ്റ് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട് ഇല്ല എന്നതിനനുസരിച്ച് നമ്മൾ കൃത്യമാക്കുക. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മെഡിസിൻസ്, ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 2 മേജർ ടൈപ്പ് ഡയബറ്റിസ് മെലൈറ്റസിനെ കുറിച്ചിട്ടാണ്. ടൈപ്പ് 1 ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസും. ടൈപ്പ് 1 ഡയബറ്റിസിനെ നമ്മൾ പറയുന്നത് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലൈറ്റസ് എന്നും പറയാറുണ്ട്, IDDM എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ
ജുവനൈൽ ഓർ ചൈൽഡ് ഓൺസെറ്റ് ഡയബറ്റിസ് എന്നും പറയാറുണ്ട്. ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് കുട്ടികളിലാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ലെറ്റ്സ് ഓഫ് ലാഗർഹാൻസിൽ നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാ സെല്ലുകളും നശിച്ചു പോകുന്നൊരു കണ്ടീഷനാണ്. ഇതുവഴി വിത്ത് കംപ്ലീറ്റ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, ഇതുവഴി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ തീരെ കിട്ടാതെ വരുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ ഡെയിലി ഇൻസുലിൻ ഇഞ്ചെക്ഷൻസ് ഇത്തരക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ഇതിനെ നമുക്ക് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറയാം, NIDDM, അല്ലെങ്കിൽ അഡൾട്ട് ഓൺസെറ്റ് ഡയബറ്റിസ് നമുക്ക് പറയാം. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ലെറ്റ്സ് ഓഫ് ലാഗർഹാൻസ് പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നില്ല, പക്ഷേ അവിടെ നിന്നുണ്ടാകുന്ന ഇൻസുലിൻ്റെ അളവ് നമുക്ക് അപര്യാപ്തമാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ശരീരം നമ്മുടെ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുവഴിയാണ് ടൈപ്പ് 2 ഡയബറ്റിസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റിൽ ശ്രദ്ധിക്കണം, വെയിറ്റ് നമ്മൾ കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഇൻസുലിൻ അല്ലെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ നമ്മൾ കഴിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ബാക്കി വരുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള പത്തോളജിക്കൽ എൻഡോക്രൈൻ ഡിസീസസും അത് എങ്ങനെയൊക്കെ നമ്മുടെ തൈറോയിഡിനെയും അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡ്സിനെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് പറയുന്നത് എഡിസൺസ് ഡിസീസാണ്. ഇതിനെ നമ്മൾ ഫങ്ഷനിങ് ഓഫ് ദ അഡ്രിനൽ കോർട്ടെക്സ്, നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് അതിൻ്റെ ഫങ്ഷൻസ് കുറയുന്ന കണ്ടീഷനാണ് എഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഡെഫിഷ്യൻറ്റ് എമൗണ്ട്സ്. ഇതുവഴി നമുക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നു. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷൻ. പിന്നെ എക്സ്ക്രീഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട്, കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടറും സോൾട്ടും പുറത്തേക്ക് പോവുക, നമ്മുടെ ശരീരം ക്ഷീണിക്കുക, വെയിറ്റ് ലോസ് ഉണ്ടാവുക, ഇതൊക്കെ ഇതിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി കോർട്ടിസോൺ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഉപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് പറയാം. നെക്സ്റ്റ് പറയുന്നത് കുഷിങ്സ് ഡിസീസാണ്. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് ഹൈപ്പറായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നൊരു കണ്ടീഷനാണ്. ഇതുവഴി നമ്മുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ സെക്രീഷൻ കൂടുന്നു. ഹൈപ്പർപ്ലാസിയ ഓഫ് ദ അഡ്രിനൽ കോർട്ടെക്സ് റിസൾട്ട് ഫ്രം എക്സസീവ് സ്റ്റിമുലേഷൻ ഓഫ് ഗ്ലാൻഡ് ബൈ ACTH. അതായത് ഹൈപ്പർപ്ലാസിയ കണ്ടീഷനിൽ നമുക്ക് ഈ അഡ്രിനൽ കോർട്ടെക്സിൻ്റെ എക്സസീവ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ വഴി ACTH എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഒബേസിറ്റിയും അതായത് പൊണ്ണത്തടി, മൂൺ ലൈക്ക് ഫുൾനെസ് ഓഫ് ദ ഫേസ്, അതായത് നമ്മുടെ മുഖമൊക്കെ ആകെ വട്ടം വെച്ച് വരിക, പിന്നെ എക്സസീവ് ആയിട്ടുള്ള ഡെപ്പോസിഷൻ നമ്മുടെ ഫാറ്റിന് ഉണ്ടാവുക. പിന്നെ അതിനെ നമ്മൾ പറയുന്നത് ബഫല്ലോ ഹമ്പ് എന്നാണ് നമ്മൾ പറയുക. ഈ നമ്മുടെ ബഫലോസിൻ്റെയൊക്കെ ആ ഒരു കഴുത്തിൻ്റെ അവിടെ മുഴ പോലെ ഇങ്ങനെ നിൽക്കുന്ന പോലെ. ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നമുക്ക് ഈ ഒരു സംഭവം വഴി ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുഷ്യൻ ഡിസീസിൽ വരുന്ന കാര്യങ്ങളാണ്. ഹൈ ബ്ലഡ് പ്രഷർ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എക്സസീവ് സെക്രീഷൻ ഓഫ് ദ അഡ്രിനൽ സ്റ്റിറോയിഡിൻ്റെ അളവ് എക്സസീവ് ആകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ് തൈറോയ്ഡ് കാർസിനോമയാണ്. തൈറോയ്ഡ് കാർസിനോമ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ക്യാൻസർ ആണ് എന്ന് പറയുന്നത് തൈറോയ്ഡ് കാർസിനോമ കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രിഫിക്സസ് ആണ്. കുറച്ചധികം പ്രിഫിക്സസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്, നോർമൽ, ഹൈപ്പോ ബിലോ, അണ്ടർ, ഡെഫിഷ്യൻറ്റ്, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ, അതുപോലെ തന്നെ എക്സസീവ് കൂടുതൽ, ഓക്സി റാപ്പിഡ്, ഷാർപ്പ്, ആസിഡ്. പിന്നെ പാര എന്ന് പറയുമ്പോൾ എറൗണ്ട്, ബിസൈഡ്, ബിയോണ്ട്, അബ്നോർമൽ, പാൻ ഓൾ, ടോട്ടൽ, പോളി എന്ന് പറഞ്ഞാൽ കുറേ ഉള്ളത്, മെനി ഓർ മച്ച്, സിൻ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗം, കൂടിച്ചേർന്നിട്ടുള്ള ഭാഗം, ടുഗദർ ഒരുമിച്ചിട്ടുള്ളത്. ടെട്ര എന്ന് പറഞ്ഞെങ്കിൽ 4 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടെട്ര എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രൈ എന്ന് പറയുന്നത് 3 ആണ്, 3 എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് പറയാനായിട്ടുള്ളത് കമ്പൈനിങ് ഫോംസ് ആണ്. ആക്രോ എന്ന് പറയുന്നത് എക്സ്ട്രീമിറ്റീസ്, ഹൈറ്റ്, എക്സ്ട്രീമിറ്റീസും അതുപോലെ തന്നെ എക്സ്ട്രീമിറ്റീസ് എന്ന് പറഞ്ഞാൽ കൈകാലികൾ, അതുപോലെ തന്നെ ഹൈറ്റിനൊക്കെ ഉദ്ദേശിക്കുന്നതാണ് എക്രോ എന്ന് പറയുന്നത്. അഡിനോ എന്ന് പറയുന്നത് ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്സ്, അഡ്രിനൽ ഗ്ലാൻഡ്സ് തന്നെയാണ് പറയുന്നത്.
പിന്നെ കാൽസ്യം കോർട്ടെക്സ് ഔട്ടർ ലെയർ ഓഫ് ബോഡി ഓർഗൻ. ഡിപ്സോ തേഴ്സ്റ്റ് ദാഹം ഉണ്ടാവുന്നത്. ഗ്ലൈക്കോ ഷുഗർ. എൻഡോക്രൈൻ. ഹോമിയോ സെയിംനെസ്. കാലി പൊട്ടാസ്യം. ഇപ്പോൾ കലീമിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മിക്സോ മ്യൂക്കസ്. പിന്നെ നാട്രോ സോഡിയം. ഹൈപ്പർ നാട്രീമിയ കണ്ടീഷൻ. നെക്സ്റ്റ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഫിസോ ഗ്രോയിങ് ഇല്ലെങ്കിൽ ഫിസിയോ എന്ന് പറയുന്നതാണ്. ഗ്രോയിങ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സൊമാറ്റോ ബോഡി. തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ്. നെക്സ്റ്റ് സഫിക്സസ് ആണ് പറയുന്നത്. സഫിക്സസിൽ നമ്മൾ വരുന്നത് ഡ്രോം എന്ന് പറഞ്ഞാൽ റണ്ണിങ് ടുഗദർ ആണ്. എക്ടമി എന്ന് പറഞ്ഞാൽ എക്സിഷൻ കട്ട് ഓഫ്, അതായത് എക്ടമി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന കണ്ടീഷൻ. എമിയ എന്ന് പറയുന്നത് ഇൻ ദ ബ്ലഡിൽ കാണപ്പെടുന്നത്. കണ്ടീഷൻ ഓഫ് അബ്നോർമൽ സ്റ്റേറ്റ് ഡിസീസ്ഡ് സ്റ്റേറ്റിനാണ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇസം സ്റ്റേറ്റ് ഓഫ് ഐറ്റിസ് ഇൻഫ്ലമേഷൻ. ലോജിസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഓർ ഫിസിഷ്യൻ ഇല്ലെങ്കിൽ പത്തോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മളതിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഫിസിയോളജിസ്റ്റ് ഹൂ സ്റ്റഡീസ് ആൻഡ് ട്രീറ്റ്സ്. ലോഗി സ്റ്റഡി. മെഗാലി എൻലാർജ്ഡ് തന്നെയാണ് വരുന്നത്. ഓയിഡ് എന്ന് പറഞ്ഞാൽ റിസംബ്ലിങ്. ഓമ ട്യൂമർ. ഇപ്പം എന്താണ് നെക്സ്റ്റ് പറയുന്നത്, പതി എന്ന് പറയുന്നത് ഡിസീസ്. പ്ലാസിയ കണ്ടീഷൻ ഓഫ് ഫോർമേഷൻ, ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്. ടോമി ഇൻസിഷൻ, കട്ട് ഓഫ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു.